രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻ ജോർജ് CPM വേദിയിൽ KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് പറവൂരിൽ സംഘടിപ്പിച്ച പ്രതിരോധ സംഗമത്തിലാണ് റിനി പങ്കെടുത്തത്. താനും വലിയ തോതിൽ സൈബർ ആക്രമണം നേരിട്ടതായും പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് യുവനേതാവിന്റെ പേര് പറയാതിരുന്നെന്നും റിനി പറഞ്ഞു. ചടങ്ങിൽ KJ ഷൈൻ റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്തു. പക്ഷെ ഞാൻ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ്. ഞാൻ മറ്റു പാർട്ടികളുമായി ചേർന്ന് CPMുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പോലുമുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ. ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം വീണ്ടും ഇത് വെച്ച് അവരിനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായൊരു ഭയമുണ്ട്. എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത്, അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതിയതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. എൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ നേരിടുമ്പോൾ കൂടുതൽ തീവ്രമായ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അവർക്ക് ഈ പൊതുസമൂഹത്തോട് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഇത്തരം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ അവരെ ഏതെല്ലാം വിധത്തിൽ ഭീഷണിപ്പെടുത്തും, ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും, അവരെ കൊല്ലാൻ പോലും ശ്രമിക്കുമോ എന്ന ഭയമാണ്. പല പെൺകുട്ടികളും ഇതുമായി ബന്ധപ്പെട്ടും പല രീതിയിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ കണ്ണീര് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു. പലരും വിളിച്ചിട്ട് നിർത്താതെ കരയുകയാണ്, അവർ അനുഭവിച്ച വേദനകൾ പങ്കുവെക്കുകയാണ്. പക്ഷെ അവരോട് ഞാൻ പറയുമ്പോൾ പുറത്തിറങ്ങി നിങ്ങൾ പറയൂ, പരാതി കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ്. എന്റെ പ്രസ്ഥാനം എന്റെ കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് പെണ്ണുങ്ങൾക്ക് കരുത്തായി ഒരു പറ്റം ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് വിളിച്ചോതുന്ന ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ റിനിയെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം, ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റിനിക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാട്ടോ. എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം CPM വലിയൊരു കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ പ്രതിരോധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നടി റിനി ആൻ ജോർജ് CPMന്റെ വേദിയിലെത്തുന്നു. CPM നേതാക്കൾ റിനിയെ സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രതിരോധ സംഗമത്തിനപ്പുറം കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ സന്ദേശം കൂടി ഇവിടെയുണ്ട്. റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അതിന് പിന്നിൽ എന്തായിരിക്കാം അടുത്ത നടപടി? റിനി അങ്ങനെ ആ CPM നേതാക്കളുടെ ക്ഷണം സ്വീകരിച്ച് പാർട്ടിക്കൊപ്പം അണിചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ശക്തമായി രംഗത്ത് വരാനുള്ള സാധ്യത കൂടി കാണുന്നു അതിന് പിന്നിൽ. ഏറ്റവും നിലവിൽ റിനി ഇത്തരം ഈ സ്വാഗതത്തോടെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ്. അവരെ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെടുമ്പോഴും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറയുവാനുള്ള പലരും അന്വേഷിക്കുന്നു. പക്ഷേ അതിനൊരു മറുവാക്ക് പറയേണ്ട സമയമായോ അത്തരം കാര്യങ്ങളിൽ അവർ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിനോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഇനി ഇതിൻ്റെ പേരിൽ താനൊരു സൈബർ അറ്റാക്ക് നേരിടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കാണുകയാണ്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ആ ഒരു കൂട്ടായ്മ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്ന അതിനപ്പുറത്തേക്ക് അതൊരു പ്രതിഷേധത്തിൻ്റെ ഒരു ആൾക്കൂട്ടമായിരുന്നുവെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ മാനങ്ങൾ കൂടി കൈവരുന്നുണ്ട്. പ്രത്യേകിച്ച് റിനി ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ പോലും അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതിൽ ഒന്നുകൂടി ശക്തമായിട്ട് അവരത് പറയുന്നുണ്ട്. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞില്ല, ഒരാളുടെയും പേര് ഉപയോഗിച്ചില്ല. അത് ആ പ്രസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസം കൊണ്ടായിരുന്നുവെന്നും ഇങ്ങനെ യുവ നേതാക്കൾ ഈ രീതിയിൽ മോശമായിട്ട് ആരോട് പെരുമാറരുത് എന്നൊരു സന്ദേശമാണ് താൻ പകരാൻ ശ്രമിച്ചത്. പക്ഷെ അതിന് തനിക്ക് കിട്ടിയ മറുപടി വളരെ കടുത്തതായിരുന്നു. വളരെ ശക്തമായ രീതിയിൽ സൈബർ അറ്റാക്കാണ് തനിക്കെതിരെ ഉണ്ടായത്. ഇതെല്ലാമാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്തത്. പക്ഷേ അവരത് ആ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനൊരു മറ്റൊരു മാനമുണ്ട്. കാരണം ഇത് CPMുമായി ചേർന്നുള്ളൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടത്തിയതെന്ന് കോൺഗ്രസിലെ തന്നെ ഒരു ഭാഗം വളരെ ശക്തമായി സൈബർ ഇടങ്ങളിൽ പറയുന്ന ഒരു സമയവും തുടക്കത്തിലുണ്ടാവുകയും ചെയ്തു.
അപ്പോൾ ഇനിയിപ്പോൾ അത് ശരിവയ്ക്കുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ ആ ആക്ഷേപങ്ങൾ മാറിയേക്കാം. അതുകൊണ്ടാണ് ഈ പൊതുവിടത്തേക്കെല്ലാം തന്നെ വന്നത്, ഇപ്പോൾ പറഞ്ഞത് എന്തായി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. എന്തായാലും അതിനെല്ലാം നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് റിനി ഇപ്പോൾ ഈ CPM വേദിയിലേക്ക് വരികയും CPM നേതാക്കൾ കെ ശൈലജ ഉൾപ്പെടുന്ന നേതാക്കൾ ആ വേദിയിലുണ്ട്. അവർ റിനിയെ KG ഷൈൻ സ്വാഗതം ചെയ്യുന്നു. CPM ഇവിടേക്ക് കടന്നു വരാം, ഇതുപോലെ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് നിങ്ങൾക്ക് കടന്നു വരാമെന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തു. ഏതായാലും അതിന് ഒരു കൈകൊടുത്തുകൊണ്ടുള്ളൊരു മറുപടിയിലേക്ക് റിനി തൽക്കാലം എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും എന്തായാലും സമീപഭാവിയിൽ അത്തരം പ്രതികരണങ്ങൾ പലരും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് ഒരുപക്ഷെ പറഞ്ഞാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല. തീർച്ചയായും ഡാനി, എന്തായാലും ഇതൊരു മാതൃകാപരമായ സമീപനം തന്നെയാണ്. സാധാരണ ഇത്തരം വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നവർ പിന്നീട് സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ റിനിയെ പോലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെതിരെ പരസ്യമായി പ്രതികരണം നടത്തി, പരസ്യമായ വെളിപ്പെടുത്തൽ നടത്തി രംഗത്ത് വന്ന ഈ റിനിയെ പോലുള്ള യുവതികളെ ചേർത്ത് നിർത്തണം. പക്ഷെ അതോടൊപ്പം തന്നെ മറുവശത്ത് ഇതുപോലെ സൈബർ ആക്രമണത്തിന് ഇരകളാകപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ സൈബർ വിഭാഗത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ പല സ്ത്രീകൾക്ക് നേരെയും ഉണ്ടായത്. അത് ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ജിൻഡോ ജോണിൻ്റെ കുടുംബത്തെ പോലും വലിച്ചടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അവർക്കൊക്കെ ഈ പ്രതിരോധ സംഗമം എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനം പാടില്ലല്ലോ. എല്ലാ സ്ത്രീകൾക്കും സമാനമായ രീതിയിൽ നീതി ഉറപ്പാക്കേണ്ടതല്ലേ? മറ്റ് ഈ കേസുകളിൽ, അതായത് CPM സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ നൽകിയിട്ടുള്ള പരാതികളിൽ എന്ത് നടപടിയാണ് ഇതുവരെയും പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്? ചോദ്യം കൂടി ഉണ്ടല്ലോ ഡാനി. ഈ പരാതിയിൽ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഈ കേസിലാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ നിന്ന് തന്നെ അതിൽ നിശ്ചിതമായ വിമർശനം ഏറ്റുവാങ്ങുകയും ജാമ്യം അനുവദിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. മറ്റ് നടപടികൾ പോലീസ് ഈ കേസിൽ ഫേസ്ബുക്ക് അതിൽ മെറ്റയോട്, അതിൻ്റെ ഉടമസ്ഥക്കാരോട് മെറ്റയോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നു. ആരൊക്കെയാണ് ഈ കേസിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്നതിൻ്റെ അടക്കമുള്ള വിശദാംശങ്ങൾ ആരായുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ അന്വേഷണത്തിൻ്റെ ഒരു നടപടികളുമായിട്ട് എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിലൊന്ന്, ഈ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവർ എല്ലായിടങ്ങളിലും, രാഷ്ട്രീയ പാർട്ടികൾ എല്ലായിടങ്ങളിലും തന്നെയും ഈ സൈബർ ആക്രമണം അതൊരു പതിവ് ശൈലിയായി മാറുകയാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും എല്ലായിടങ്ങളിലും എല്ലാം തന്നെ ഈ സൈബർ വിഭാഗങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെയാണ്. കാരണം അവരുടെ എതിരാളികളെ നേരിടുമ്പോൾ അതിൽ സ്ത്രീകളാണെങ്കിൽ വളരെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ചും തന്നെ പലപ്പോഴും അത് മാറാറുണ്ട്. എല്ലായിടത്തും ഇരകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, എല്ലായിടങ്ങളിലും ഇരകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിൽ ഓരോ പാർട്ടിയും അവരവർ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സംരക്ഷണ കവചം ഒരുക്കുന്ന രീതിയിലേക്ക് മാത്രമാണ് പോകുന്നത്. അങ്ങനെ ഒരു പൊതു ഇടം എന്ന രീതിയിലേക്ക് ഒരു പാർട്ടിയിലുള്ളവരും മറ്റുള്ള പാർട്ടിയിലുള്ളവർ ചേർത്ത് വയ്ക്കുന്ന ഒരു ശീലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ആക്രമണം നടക്കുമ്പോൾ എല്ലാവർക്കും എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ഈ പരിതപിക്കലും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. ഇന്നലെ അതിൽ നിന്ന് വ്യത്യസ്തമായത് ഈ CPM വേദിയിലേക്ക് ഇവർ വന്നു എന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു പശ്ചാത്തലമുള്ള ഒരാൾ എന്ന രീതിയിലാണ് റിനിയെ കാണുന്നത്. അവർ അവിടേക്ക് കടന്നു വന്നു എന്നതാണ്. അല്ലെങ്കിൽ CPM നേതാക്കൾ അവരെ ക്ഷണിച്ചിട്ടുണ്ടാവണം ഉറപ്പായി തന്നെ. കാരണം അതിനു മുൻപ് KG ഷൈനുമായി അവർ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ അവർ പങ്കിടുകയുണ്ടായിരുന്നു. അത് തന്നെ പോലെ തന്നെ സൈബർ ആക്രമണം നേരിട്ട ഒരാൾക്ക് സാന്ത്വനം പകരുന്ന രീതിയിലേക്ക് അവർ പുറത്തേക്ക് വന്നു എന്നതാണ്. ഇതിൽ ഈ ആക്രമണം നേരിടുമ്പോൾ ഒളിഞ്ഞു പോകാതെ അതിനെ നേരിട്ട് കൊണ്ട് പുറത്തേക്ക് വന്നതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകുന്ന ചില മാതൃകകളെങ്കിലുമുണ്ട്. അതിൽപ്പെടുന്നു ഈ റിനിയും എല്ലാം തന്നെയും. അപ്പോൾ ഇതേപോലെ പുറത്തേക്ക് വരാൻ തയ്യാറാകുക എന്നൊരു സന്ദേശമാണ് താൻ പകർന്നത് എന്നതാണ് റിനി പറയുന്നത്. അതിൽ CPM-ൻ്റെ വേദി എന്ന രീതിയിലേക്ക് കണ്ടുകൊണ്ടല്ല, ഇങ്ങനെയൊരു വേദിയിൽ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിലേക്കാണ് താനത് കണ്ടത് എന്നത് പറയുന്നു. ഏതായാലും അതൊരു ആ ഒരു പാർട്ടിയിലേക്കുള്ളൊരു ക്ഷണപത്രവും കൂടിയായി റിനിക്കത് മാറി എന്നതാണ്. അതിനോട് അവർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നത് ഒരുപക്ഷെ ഇനിയുള്ള ഒരു രാഷ്ട്രീയ കൗതുകമായി മാറിയേക്കാം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.